ഒറ്റപ്പെട്ടു പോവുക, ഒറ്റപ്പെട്ടതുപോലെ തോന്നുക. രണ്ടും തുല്യമായ അനുഭവങ്ങളാവും നമ്മുടെ ഹൃദയത്തിൽ ശേഷിപ്പിക്കുക. ഏതുവിധ പ്രശ്നങ്ങളിലായാലും ഒരാൾ ഹൃദയം തുറന്ന് സംസാരിക്കാനോ ഇടപെടുവാനോ ഏതിലും കൂടെ ഉണ്ടാവുകയോ ചെയ്താൽ അത് നമുക്ക് തരുന്ന ആശ്വാസം ചെറുതല്ല. പക്ഷേ എന്തുകൊണ്ടോ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അങ്ങനെ മിക്കപ്പോഴും ലഭിക്കാറില്ല. അല്ലെങ്കിൽ തുറന്നു പറയാവുന്ന ഒരാളുടെ സാന്നിധ്യം നമുക്ക് തോന്നാറില്ല. ഇതൊരു പക്ഷേ യാഥാർത്ഥ്യമോ അതുമല്ലെങ്കിൽ നമ്മുടെ തോന്നലോ ഒക്കെയാവാം. ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും വിങ്ങൽ താങ്ങാനാവാതെ തളർന്നുപോയവർ ആയിരങ്ങളാണ്. ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ അവരുടെ ഒരു വാക്കും അവരുടെ ഒരു ചിരിയും സാന്നിധ്യവുമൊക്കെ നമുക്ക് തരുന്നത് ഒരു വൻമരത്തിൻ്റെ തണൽ തന്നെയാണ്. സത്യത്തിൽ നമ്മെ നന്നായി മനസ്സിലാക്കുന്ന, സാഹചര്യങ്ങളെ അറിയുന്ന, നമ്മുടെ പ്രതിസന്ധികളിൽ കുറ്റപ്പെടുത്താത്ത ഒരു ജീവിത പങ്കാളിയോ സുഹൃത്തോ ആത്മീയ ബന്ധങ്ങളോ ഒക്കെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. പക്ഷെ അവയ്ക്കും പരിധികളുണ്ടെന്ന് അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. ജീവിതത്തിൻ്റെ സിലബസിൽ സർവേശ്വരനിടയ്ക്ക് എഴുതി ചേർക്കുന്ന പാഠങ്ങൾ നമ്മെ ഏറെ പഠിപ്പിക്കും, ശീലിപ്പിക്കും. ഗൃഹപാഠം നന്നായി ചെയ്താരംഭിച്ചതും ഒരുപാട് സ്വപ്നങ്ങൾ താലോലിച്ചാരംഭിച്ചതുമായ എത്ര ജീവിതങ്ങളാണ് ഏകാന്തതയുടെ ഇരുൾക്കുഴിയിൽ ജീവിതം ഹോമിച്ചിട്ടുള്ളത്. ദുഃഖം ഘനീഭവിച്ച ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ആത്മസംയമനം കൈവിടാതിരിക്കട്ടെ. ഹൃദയത്തിൻ്റെ ഉൾത്തടത്തിൽ 1000 വട്ടം മനസ്സുകൊണ്ടെഴുതണം, ഞാൻ ഏകനല്ല എന്ന്. അതെ, താങ്കൾ ഒരിക്കലും ഏകനല്ല. നമ്മുടെ ഏകാന്തതയെ അളക്കുന്നത് നാം കണ്ടു ശീലിച്ച സുഹൃത്ത് വലയങ്ങൾ കൊണ്ടോ ബന്ധങ്ങൾ കൊണ്ടോ ഒക്കെ ആകുമ്പോഴാണ് അരികിൽ ആരുമില്ല എന്ന തോന്നൽ ദൃഢമാകുന്നതും അരുതാത്തതിനായി നമ്മുടെ ഹൃദയം മന്ദിരിക്കുന്നതും. ആത്മകണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു ബന്ധം ചാരയുണ്ട്. ആത്മമണ്ഡലത്തിൽ മാത്രം അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു സ്നേഹിതൻ ഒപ്പമുണ്ട്. അവിടുന്ന് ഇരുളിൽ തനിയെ വിടില്ല, വീശിയടിക്കുന്ന കൊടുങ്കാറ്റിൽ ഉപേക്ഷിക്കുകയില്ല, ആശയറ്റ വീതിയിൽ അവിടുന്ന് പിന്തിരിയുകയുമില്ല. ചെവിയോർത്താൽ മതി, വെണ്മയും ചുവപ്പുമുള്ള 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനായ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ ചൂടുകളുടെ ശബ്ദം നമുക്ക് തിരിച്ചറിയാനാകും. 42ഓളം അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ഭക്തനുണ്ട് ബൈബിളിൽ. ദൈവവും പിശാചും അദ്ദേഹത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതിൽ സമാനതകൾ നമുക്ക് വായിച്ചെടുക്കാം. വിശുദ്ധിയുടെ നൂലിഴ പോലും ദൈവത്തോട് ചേർത്ത് പിരിച്ചെടുത്ത ഭക്തൻ. ദൈവത്തിൻ്റെ പരീക്ഷണശാലയിൽ കഠിനമായ ഏകാന്തതയ്ക്ക് അദ്ദേഹം വിധേയപ്പെടുന്നുണ്ട്. പെട്ടെന്നുണ്ടായ മൃഗസമ്പത്തിൻ്റെയും അതിൻ്റെ പരിപാലകരുടെ കനത്ത നഷ്ടവും മറികടക്കുക പ്രായോഗികമായി എളുപ്പമല്ല. പക്ഷേ അതിനേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമാണ് തൻ്റെ സന്താനങ്ങളുടെ ആകസ്മിക വിയോഗം. അത് സൃഷ്ടിക്കുന്ന വലിയ വിടവ്. തൻ്റെ സന്താനങ്ങളെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നും അവരുടെ ആത്മീക നിലവാരത്തെക്കുറിച്ച് താൻ എത്രമാത്രം ഉത്കണ്ഠയുണ്ടായിരുന്നു എന്നും വാക്യങ്ങൾ നമുക്ക് സൂചന തരുന്നുണ്ട്. വേദനയുടെ കൂർത്തമുനയേറ്റ് തളർന്നു പോകാനിടയുള്ള ആ സാഹചര്യത്തെ എങ്ങനെ അദ്ദേഹം അതിജീവിച്ചു? വാക്യങ്ങൾ സൂചന തരുന്നില്ലെങ്കിലും മക്കളുടെ ഓർമ്മകളിൽ ആ സാധു മനുഷ്യൻ വേട്ടയാടപ്പെട്ടിട്ടുണ്ടാവില്ലേ? എൽക്കാനയെപ്പോലെ 10 മക്കളേക്കാൾ നല്ലവളാകേണ്ട, തുണയും തണലുമാകേണ്ട, ആശ്രയമാകേണ്ട ഭാര്യയും കുറ്റപ്പെടുത്തലിൻ്റെ അസ്ത്രം പായിക്കുന്നുണ്ട് ആ സാധുവിൻ്റെ നേർക്ക്. അവസാന ആശയെന്നോണം ചുറ്റുമരുന്ന സുഹൃത്ത് വലയങ്ങളും പിന്നീട് ഏകാംഗ കോടതികളായി അവതരിച്ച് ആ സാധുവിനെ വിചാരണ ചെയ്യുന്നുണ്ട്. ഏകാന്തതയുടെ ആഴത്തിൽ കുഴഞ്ഞുപോയ യോബിന് മുമ്പിൽ ദൈവവും നിശബ്ദമാണ്. 38-ാം അധ്യായം വരെ വല്ലാത്തൊരു പരീക്ഷണം. ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെ ആഴം ആ മനുഷ്യരോളം രുചിച്ചവർ ഭൂമിയിലുണ്ടാകുമോ? അറിഞ്ഞുകൂടാ. സുഹൃത്തെ, സമാന സാഹചര്യങ്ങളുടെ ആയിരിക്കാം നമ്മുടെയും യാത്ര. ഒറ്റപ്പെടുത്തലുകളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും സ്വഭാവമുള്ള മാനുഷിക കോടതികളിൽ നമുക്ക് നീതി ലഭിക്കണമെന്നില്ല. വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിലിരുന്ന് തേങ്ങുന്നത്
കാണാൻ ആരും കണ്ടില്ലെന്ന് വരാം. ചേർന്ന് നിൽക്കേണ്ടവരും വിമർശനത്തിൻ്റെ മുനി ഒളിപ്പിച്ചുള്ള ചോദ്യങ്ങൾ കൊണ്ട് പൊതിയുമ്പോൾ ഒരാശ്വാസത്തിൻ്റെ തുരുത്ത് തേടി നാം ചുറ്റും നോക്കും. പക്ഷേ നിരാശയാവും ഫലം. എന്തുകൊണ്ട് 38-ാം അധ്യായം വരെ യോബിൻ്റെ കഠിനതയുടെ മുമ്പിൽ ദൈവം നിശബ്ദനായിരുന്നു എന്ന ഒരു ചോദ്യം എന്നെ വല്ലാതെ വിമർശന ബുദ്ധിയോടെ കീഴടക്കിയിട്ടുണ്ട്. കാൽവറിയിൽ സ്വപുത്രൻ്റെ യാഗമരണത്തിന് മുമ്പിൽ മുഖം മറച്ചവന് ഇത് എത്രയോ നിസാരം. പക്ഷേ സർവശക്തിയോടെ 38-ാം അധ്യായത്തിൽ വെളിപ്പെടുന്നവൻ എല്ലാറ്റിനും കണക്ക് തീർക്കുന്നുണ്ട്. നിങ്ങളുടെ ഏകാന്തതയെ ഭയക്കേണ്ട. താങ്കൾ ഒരിക്കലും ഏകനല്ല. അവൻ തനിയെ വിടില്ല. കാറ്റിലും കോളിലും കൊടുങ്കാറ്റിലുമൊന്നും അവൻ നമ്മെ കൈവിടില്ല. എല്ലാം കലങ്ങിത്തെളിയും. ഒരു ഉയർപ്പിൻ്റെ ദിവസം നമ്മെ കാത്തിരിക്കുന്നുണ്ട്.